ആരോഗ്യ രംഗത്ത് കേരളത്തിൽ വലിയ വികസന കുതിപ്പാണ് നടക്കുന്നത്. ഇപ്പോൾ കോഴഞ്ചേരി ഹോസ്പിറ്റലിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി നിർവഹിച്ചിരിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ വലിയൊരു ആശുപത്രിയിലെത്തിയൊരു പ്രതീകമാണ്, ജില്ലാ ആശുപത്രിയാണ്, വലിയ വികസനമാണ്. വളരെ 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 സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ 8 കോടി രൂപയുടെ പൂർത്തീകരിച്ച പദ്ധതികളും പിന്നെ ഒരെണ്ണം TB സെൻ്ററിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ്. നമ്മൾ നിൽക്കുന്നത് ഒഫ്താൽമോളജിയുടെ OTയിലാണ്. പണ്ടത്തെ കോഴഞ്ചേരി ആശുപത്രിയും ഇപ്പോഴത്തേതും നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഇതിന് തൊട്ട് മുൻപ് ഉദ്ഘാടനം ചെയ്തത് ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്ററുമാണ്. അത് ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരം നിർമ്മിച്ചതാണ്. വാസ്തവത്തിൽ ഇത് നാടിനുള്ള സമർപ്പണമാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉള്ള നമ്മുടെ സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വ്യക്തിപരമായി അത് വളരെ 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 സന്തോഷമുണ്ട്. ഇതൊരു കമ്പൈൻഡ് എഫേർട്ടാണ്, ടീമാണല്ലോ നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ, അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഭാഗമാണ്. അതിൽ വളരെ സന്തോഷം. ഒരു ചോദ്യമുണ്ട്, കാരണം ഞാൻ പുറത്ത് നിൽക്കുമ്പോഴേ മറ്റൊരു പരസ്യം പോലെ ചെറിയൊരു ഹോസ്പിറ്റലുകൾ തോന്നി, പക്ഷേ അകത്തോട്ട് കയറിയപ്പോഴുള്ള വികസന പ്രവർത്തനം, പ്രത്യേകിച്ച് വലിയൊരു ബഹുനില കെട്ടിടങ്ങൾ പൂർത്തിയാകുവാണ്. അതിൻ്റെ ഉദ്ഘാടനം ഉടൻ തന്നെ ഇല്ലേ? തീർച്ചയായിട്ടും 30.5 കോടി രൂപയ്ക്ക് കിഫ്ബിയിലൂടെ ഒരു പുതിയ ബ്ലോക്ക് അവിടെ നിർമ്മിക്കുകയാണ്. കോഴഞ്ചേരി ആശുപത്രിയുടെ ജില്ലാ ആശുപത്രിയുടെ മുഖച്ഛായ തന്നെ മാറും. ഇനി കോഴഞ്ചേരി ആശുപത്രി എന്നുള്ള പഴയൊരു ചിത്രമുണ്ടല്ലോ, അതെല്ലാം മാറി ആ ഒരു അതിമനോഹരമായിട്ട് വളരെ വേഗം നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ചെറിയ ചില വർക്കുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഒറ്റൊരു കാര്യമുണ്ട്, അത് കാരണം ചോദിക്കാൻ കാരണം അറിയാം, തിരക്കാന്നറിയാം. അതായത് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു കേട്ട് പത്തനംതിട്ട ജില്ലയിലെ ചില ആശുപത്രികളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, അതായത് കോഴഞ്ചേരിയിൽ മാത്രമല്ല ജില്ല മുഴുവൻ 950 കോടി രൂപയുടെ വികസനം. ഏതൊക്കെ ആശുപത്രികളുടെ നിർമ്മാണങ്ങൾ? ഒരറ്റത്തു നിന്ന് തുടങ്ങി തിരുവല്ലയിൽ തുടങ്ങാം. തിരുവല്ല താലൂക്ക് ആശുപത്രി, അപ്പുറത്തേക്ക് പോയാൽ മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി, അപ്പുറത്ത് റാന്നി താലൂക്ക് ആശുപത്രി, ഇപ്പുറത്തേക്ക് വന്ന കോന്നി താലൂക്ക് ആശുപത്രി, അടൂർ താലൂക്ക് ആശുപത്രി, ജനറൽ ആശുപത്രി പത്തനംതിട്ട. ഇനി ഇടയ്ക്കുണ്ട് കേട്ടോ, നമ്മുടെ റാന്നി നിയോജക മണ്ഡലത്തിലെ എഴുമറ്റൂർ ഒക്കെ ഉൾപ്പെടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ആശുപത്രികളും കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ്. മെഡിക്കൽ കോളേജോ ഇപ്പോൾ കഴിഞ്ഞയിടെ 2-3 ജനപ്രതിനിധികൾ കോന്നി മെഡിക്കൽ കോളേജ് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് അസൂയ തോന്നി എന്ന് പറഞ്ഞു. കേരള നിയമസഭയിൽ ഇപ്പോഴുള്ള ജനപ്രതിനിധികളാണ്. അപ്പോൾ അത്രയും വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നു എന്നുള്ള സന്തോഷമുള്ള കാര്യം. അതിന് ഇപ്പോൾ കാത്തലാബ് ഉൾപ്പെടെ ഇപ്പോൾ ജനറൽ ആശുപത്രി 46 കോടി രൂപയുടെ നിർമ്മാണമല്ലേ നടക്കുന്നത്, അവിടെയും വളരെ വേഗം നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട്. ഇത് ജനങ്ങളൊരു കൺസേൺ ഉണ്ട്. അതായത് നമ്മൾ ആദ്യം വന്നപ്പോൾ എനിക്കാണ് തോന്നിയത് ഇപ്പോൾ ഇത്രയും ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുമ്പോഴും ഒരു ആശുപത്രി വലിയ തിരക്കുണ്ടാകില്ലെന്ന്. പക്ഷേ ഇത്രയും ഡെവലപ്മെൻറ്റ് എല്ലാ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ തിരക്ക് കുറയും, മികച്ച ചികിത്സ ജനങ്ങൾക്ക് കിട്ടുന്നൊരു സാഹചര്യമല്ല ഉരുത്തിരിയുന്നത്. മറ്റേത് എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലായിരിക്കും ഡെവലപ്പ് ആവുന്നത്. ഇത്രയും വൈഡായിട്ട് ഇപ്പം റാന്നിയിലെ അങ്ങാടിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പോലും ഒരു വലിയ ആശുപത്രിയുടെ മുകളിലേക്ക് വരും. അപ്പോൾ ഏറ്റവും പ്രയോജനം ഇത് എല്ലായിടത്തും വികസനം വരുമ്പോൾ തിരക്ക് കുറയും, മികച്ച ചികിത്സയും തന്നെയാണ്. തീർച്ചയായിട്ടും ചികിത്സ വികേന്ദ്രീകരിക്കുക എന്നുള്ളതിൽ 2-3 ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്ന് തീർച്ചയായിട്ടും തിരക്ക് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പഞ്ചായത്ത് തലത്തിൽ അവിടെ 6 മണി വരെ OP ഉള്ളപ്പോൾ നമുക്ക് ജനങ്ങൾ അവിടേക്ക് പോകണം എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ജില്ലാ ആശുപത്രി, പണ്ട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന തിരക്ക് കാത്തലാബിലൊക്കെ നമ്മുടെ ജില്ലാ ആശുപത്രിയിലേക്ക് വരുമ്പോൾ അത് വികേന്ദ്രീകരിക്കപ്പെടുന്നു. പിന്നെ ആക്സസിബിലിറ്റി, ജനങ്ങൾക്ക് കൂടുതൽ എളുപ്പം സേവനങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുക. പിന്നെ ജനങ്ങൾക്ക് പ്രാപ്യമായ സേവനം എന്നുള്ളതാണ്. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് 4 ലക്ഷം രൂപയുണ്ടോ, 1 ലക്ഷം രൂപയുണ്ടോ, 10 ലക്ഷം രൂപ ഉണ്ടെങ്കിലേ ചെയ്യുള്ളൂ. വിദ്യയോടൊരു ആശുപത്രി പറഞ്ഞറിയാലോ, 10 ലക്ഷം രൂപ ഉണ്ടെങ്കിലേ സർജറി ചെയ്യുള്ളൂ. എന്നാലും കലഞ്ഞൂരിലെ വിദ്യയോട് ശരിയാവണമെന്നില്ല. ഒരു സർക്കാർ ആശുപത്രിയിലും ആ ചോദ്യം ഉണ്ടാവില്ല. അതാണ്, രോഗത്തിന് മുന്നിൽ ഒരാളും നിസ്സഹായരായി പോവില്ല. തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോകത്തിന് മുമ്പിൽ ആരും നിസ്സഹായരാകത്തില്ല. കേരളം ആരോഗ്യരംഗത്തോ വികസന രംഗത്തോ വലിയ കുതിപ്പാണ് ഏകുന്നത്. നമുക്ക് ഈ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ ചുറ്റുമുള്ള ഈ മെഷീനറികൾ ഇതൊക്കെ സാക്ഷ്യം വഹിക്കുന്നത് എന്താണ്? ഇതെല്ലാം പറയുന്നതാണ് കേരളം ആരോഗ്യരംഗത്തോ 1-ാം നമ്പറായി തുടരാനുള്ള അതിൻ്റെ എല്ലാ വികസന മുന്നേറ്റവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തോടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.